ഗൈസ് വെൽക്കം ബാക്ക് ടു ടോക്സ് ആൻഡ് വർക്സ് ബൈ രേവതി. അപ്പോൾ ഞാൻ ഇന്ന് ചെറിയൊരു കളക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. എൻ്റെ ഫോൺ കേസ് കളക്ഷൻ, ഷൂ കളക്ഷൻ, ബ്രാലറ്റ് കളക്ഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഇന്ന് വന്നിട്ട് ഞാൻ പുതിയൊരു കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ ഇയർ റിംഗ് കളക്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ അത് മേ ബി ഗേൾസിന് യൂസ്ഫുൾ ആവുന്ന അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ളൊരു മേഖലയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിവേ ബോയ്സ്, നിങ്ങളും കണ്ടോളൂ. ഏതെങ്കിലും ഇയറിങ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട്സിനോ നിങ്ങളുടെ ഗേൾ ബെസ്റ്റിക്കോ അല്ലെങ്കിൽ അമ്മയ്ക്കോ പെങ്ങൾക്കോ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും ബർത്ത്ഡേയോ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസ് ഒക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ അവരെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ തരുന്ന അതേ സപ്പോർട്ട് എനിക്ക് യൂട്യൂബിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് ആവശ്യമാണ്. സോ ദയവ് ചെയ്ത് ആ സപ്പോർട്ട് ഒന്ന് തരണോ എനിക്ക്. ഞാൻ ചോദിച്ച് കെഞ്ചി എരന്ന് വാങ്ങിക്കാനും റെഡിയാണ്. സോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് കൂടെ കൂടുക ഗൈസ്. ഓക്കെ, സോ നമുക്ക് കളക്ഷനിലേക്ക് കിടക്കാം. എനിക്ക് ടോട്ടലി ഇപ്പം 3 ചെറിയ ബോക്സ് നിറയാണ് ഇയർ റിങ്സ് ഉള്ളത്. ഈ ബോക്സസ് ഞാൻ ഇപ്പം റീസെൻ്റ്ലി വാങ്ങിച്ചതാണ് കേട്ടോ. കാരണം ഇയർ റിംഗ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല. തപ്പാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഇവിടെ അത്രയും ഉള്ള പെട്ടിക്കകത്ത് മൊത്തം ഞാൻ കിടന്ന് തപ്പണം. കാരണം ഓരോന്നെടുത്ത് ഓരോന്നിനകത്ത് വെക്കുന്നത് കൊണ്ട്. സോ ഇതിനകത്ത് വന്നിട്ട് എല്ലാം കുഞ്ഞു കുഞ്ഞു സ്റ്റഡ് കാര്യങ്ങൾ, ചെറിയ ഹാങ്ങിങ് പോലത്തെയൊക്കെ ഇയർ റിങ്സ് ആണ് കേട്ടോ ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. ഇത് വന്നിട്ട് കൂടുതലും എന്താ ഇങ്ങനത്തെയൊക്കെ കുഞ്ഞു 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 കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള മറ്റേ പിൻട്രസ്റ്റ് ആയിട്ടുള്ള അങ്ങനത്തെ ടൈപ്പ് ഓഫ് കമ്മലുകളാണ്. ബ്ലൂ ബ്ലാക്ക് അങ്ങനത്തെ ചെറിയ ചെറിയ ഓരോ ഡിസൈൻസ് ഒക്കെ വന്നിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കമ്മലാണ് അത് വരുന്നത്. ഇത് വന്നിട്ട് ഈ സെയിം മോഡലിൽ എനിക്കൊരു 5 കമ്മലുണ്ട്. ഒന്ന് ഈ ബ്ലൂ കളറ്, ഒന്ന് അതിൻ്റെ സെയിം വൈറ്റ് കളറ്, പിന്നെ വന്നിട്ട് സെയിം അതിൻ്റെ തന്നെ ഒരു ഗ്രേയിഷ്, ബ്ലാക്ക് അല്ല ഗ്രേയിഷ് പോലത്തെ ഒരു കളറ്, പിന്നെ വന്നിട്ട് ഒരു നല്ല ഒരു മെറൂൺ കളറുണ്ട്. അതുപോലെ തന്നെ ഇതൊരു കോഫി കളറ്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയുമാണ് ആ ഒരു 5 കമ്മൽ വരുന്നത്. ഞാനതൊന്ന് ഇട്ട് കാണിച്ചു തരാം. ഓക്കെ, നിലവിൽ ഇട്ടേക്കുന്നതും കമ്മൽ കളക്ഷനുള്ളൊരു കമ്മലാണ്. ഈ സെക്ഷനിലോട്ട് ഞാൻ വരുമ്പോൾ ഇതൊന്നും കൂടെ കാണിക്കാം ഗൈസ്. അപ്പം നമുക്ക് സിമ്പിളായിട്ട് ഈ കമ്മൽ ഞാനൊന്ന് ഇട്ട് കാണിക്കാം. ഇത് നമുക്ക് ക്യാഷ്വലായിട്ട് നോർമൽ ഏതെങ്കിലുമൊക്കെ ഡ്രസ്സ് ഇടുമ്പോഴത്തേക്കിനും അതിൻ്റെ കൂടെ നമുക്ക് സിമ്പിളായിട്ട് വെയർ ചെയ്യാം. നമുക്ക് ജീൻസിൻ്റെ കൂടെ ചുരിദാറിൻ്റെ കൂടെയൊക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റിയൊരു സിമ്പിൾ ഔട്ട്ഫിറ്റിൻ്റെ കൂടെയൊക്കെ നമുക്ക് ക്ലാസി ആയിട്ടൊരു ഒരു എന്താ പറയുക, ഒരു ഫോർമൽ അങ്ങനത്തെയൊക്കെ ഒരു ഒക്കേഷന് യൂസ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. സോ ഇതാണ് കമ്മൽ വരുന്നത്. ലൈക്ക് ഇങ്ങനെ സ്ക്വയറും അല്ല റൗണ്ടും അല്ലാത്തൊരു മോഡലിലാണ് വരുന്നത്. ഇതിൻ്റെ ഇൻസൈഡിൽ കണ്ടോ ഒരു ഗാലക്സി പോലത്തെ ഒരു ഡിസൈനിലാണ് അത് വരുന്നത്. ഡിസൈൻ എന്നാണോ പറയുന്നത്, അതിന് എന്തോ ഒരു സംഭവം, അത് അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, സോ ഇത് ഒരു സെക്ഷൻ ഓഫ് ദ കമ്മൽ കളക്ഷൻ. അത് കഴിഞ്ഞു. പിന്നെ വന്നിട്ട് ഈ ഒരു ഇയറിങ് കേട്ടോ, ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. കണ്ടിട്ട് ഒരു ഗോൾഡൻ കളർ, എനിക്ക് ഇതിൻ്റെ സെയിം ഒരു ഗോൾഡ് വാങ്ങിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. എനിക്കിങ്ങനത്തെ ഈ വല്ലാത്ത ഷേപ്പൊക്കെ വരുന്ന കമ്മലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതും വന്നിട്ട് നമുക്ക് കാഷ്വൽ ലൈക്ക് ഒരു 1 പീസ് ഡ്രസ്സ്, ബ്ലാക്ക് ക്ലാസി ആയിട്ടൊക്കെ ഉള്ളൊരു ഒക്കേഷൻ. എന്താ അതിനകത്തോട്ട് കയറങ്ങോട്ട്. ഓക്കെ, അപ്പം കണ്ടോ ഒരു ഭംഗിയൊക്കെ ഇല്ലേ? ഭംഗി ഇല്ലേന്നല്ല, ഉണ്ട്. എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഇഷ്ടമാണ്. ഗോൾഡൻ ടച്ച് വരുന്ന ഇതുപോലത്തെ കുറച്ച് ക്ലാസി ആയിട്ടുള്ള കമ്മലുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അപ്പോൾ ആ കമ്മലും കഴിഞ്ഞു. അടുത്തത് വന്നിട്ട് നമുക്ക് ഒരു എന്താ പറയുക, സീമായിട്ട് ഓഷ്യനുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള 1-2 കമ്മലുകൾ കാണാം. ഇത് ബീച്ച് വെയർ ടൈപ്പ് സാധനങ്ങളാണ്. ഇതൊക്കെ ഞാൻ ഏത് ഡ്രസ്സിൻ്റെ കൂടെ പെയർ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. കണ്ടു, ഇഷ്ടപ്പെട്ടു, വാങ്ങിച്ചു. ഇതിന് എപ്പോൾ ഇടും എങ്ങനെ ഇടും എന്നൊന്നും എനിക്കൊരു പിടുത്തമില്ല. ഇത് വന്നിട്ട് നമ്മുടെ മറ്റേ ഇതാണ് ഷെല്ലിൽ പെയിൻറ് ചെയ്തിട്ടുള്ള ഒരു ഇയർ റിംഗ് ആണ് വരുന്നത്. ലുക്ക് അറ്റ് ദിസ് ഗൈസ്, ബ്യൂട്ടിഫുൾ അല്ലേ? അതിൻ്റെ സെയിം തന്നെ ലൈക്ക് എന്താ പറയുക, ഇത് വേറെ ഒരു മോഡൽ ഷെൽ, നമ്മുടെ മലയാളത്തിൽ ശംഖ് അല്ലേ, ശംഖിൻ്റെ ആ ഒരു ഷേപ്പ്. ഇതിപ്പോൾ എങ്ങനെയാടേ കാണിക്കുന്നത്? കണ്ടു ഗൈസ്, കണ്ടു നല്ല ഭംഗിയില്ല. ഇട്ട് കാണിച്ചു തരാം. ഓഫ്, ഈ വീഡിയോ ഭയങ്കര ലെങ്തി പോകുമെന്ന് തോന്നുന്നല്ലോ ദൈവമേ. ഓക്കെ, കണ്ട ഇത് നേരെ ചൊവ്വയൊന്നും കിടക്കുമെന്ന് തോന്നുന്നില്ല. കണ്ടു, ഇഷ്ടപ്പെട്ടു, വാങ്ങിച്ചു. പക്ഷെ ഇത് ഞാൻ യൂസ് ചെയ്യത്തില്ല. ഞാൻ എന്താ പ്ലാൻ ചെയ്യുന്നതെന്ന് പറയട്ടെ. ഈ ഇങ്ങനത്തെ കമ്മൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാത്തിലും എന്താണെന്നാലും ഓൾറെഡി ഹോള് അവരിട്ടിട്ടുള്ള സംഭവം ആയതുകൊണ്ട് ഇങ്ങനെ ഈ കൊളുത്ത് പോലത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം പോയി തറയിൽ പോയി, എവിടെയോ പോയി. നമുക്ക് പിന്നെ തപ്പാതെ. എനിവേ
അപ്പോൾ ഇതെല്ലാം കൂടെ എടുത്തിട്ട് ഒരു നെക്ക് പീസ് ആക്കിയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഐ എം ആലോചിങ് ഡീപ്ലി. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു കമ്മലാണ് ഗൈസ്. ഇത് വന്നിട്ട് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡ്, അത് വൈൻ കളർ. ഓക്കെ, വൈൻ കളറിൽ ഗോൾഡൻ കളറിലെ ഒരു ഔട്ടർ വന്നിട്ടുള്ള ഒരു നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള കമ്മലാണ്. ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് നമുക്ക് ലൈക്ക് കാഷ്വലായിട്ട് സാരി ചുരിദാറിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ നല്ല ഒരു ഇയറിംഗ് ആണ്. സിമ്പിൾ ആൻഡ് ഹംപിൾ ആയിട്ടുള്ളൊരു സാധനം. നല്ല ഫിനിഷിങ്ങിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ലുക്ക് അറ്റ് ദിസ് ഗൈസ്, നല്ല ഭംഗിയില്ലേ? ആൻഡ് ഷാൽ വി ഗോ ടു നെക്സ്റ്റ് വൺ? നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു പിങ്ക് ആൻഡ് ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും വന്നിട്ട് ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഡബിൾ ലെയർ വരുന്ന ഒരു ഇയറിംഗ് ആണ്. ഓക്കെ, കൈൻഡ് ഓഫ് സ്റ്റഡ് ടൈപ്പ് ആണ് ഇത് വരുന്നത്. എൻ്റെ ഈ സെയിം കളർ കോമ്പിനേഷൻ ഉള്ളൊരു സാരി ഉണ്ട്. ഓ, അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ആക്ച്വലി പർച്ചേസ് ചെയ്തത്. ക്യൂട്ടായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം ഞാൻ ഇട്ട് നോക്കുന്നത്, കണ്ടു ഇഷ്ടപ്പെട്ടു വാങ്ങിച്ചു എന്നുള്ളൊരു സംഭവം തന്നെയാണ്. ഹൈ ഭംഗിയുണ്ട് അല്ലേ? കണ്ടോ? ഓക്കെ, സോ ഇതിൻ്റെ തന്നെ സെയിം എൻ്റെ ഇതിൻ്റെ ഒരു പേർപ്പിൾ ഉണ്ട്. ഇതും സാരിക്ക് മാച്ചിങ് ആയിട്ട് തന്നെ ഞാൻ വാങ്ങിച്ചതാണ്. എൻ്റെ കയ്യിൽ ഈ സെയിം കളർ കോമ്പിനേഷൻ വരുന്നൊരു സാരി ഞാൻ മീഷോയിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടു ഗൈസ്, വയലറ്റ് ലൈക്ക് ലാവൻഡറും പേർപ്പിളും വന്നിട്ടുള്ള ഒരു കമ്മലാണ്. ആ സെയിം മോഡൽ തന്നെയാണ് ആ കമ്മലും വരുന്നത്. പിന്നെ വന്നിട്ട് നമ്മുടെ കയ്യിലൊരു ഫ്ലവറിൻ്റെ ഒരു കമ്മലാണ്. ഇതും 3 ഷെയ്ഡ്, ഈ സെയിം ഷെയ്ഡ് വരുന്ന കമ്മലെന്ന് സാരി എൻ്റെ കയ്യിലുണ്ട്. വൈറ്റ്, ലൈറ്റ് പിങ്ക്, ഡാർക്ക് പിങ്ക് വരുന്നൊരു സാരി ഞാൻ മീഷോയിൽ നിന്നും തന്നെ വാങ്ങിച്ചതാണ്. അതിനിത് പെർഫെക്റ്റ് മാച്ച് ആയിരിക്കും. പക്ഷെ അന്ന് ഇതുവരെ ഞാൻ ഉടുത്തില്ല. എന്നാ ഉടുക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ് ഡേ. ആൻഡ് കഴിഞ്ഞോ ഇതിനകത്തുള്ള കമ്മൽ സെക്ഷൻ? പിങ്കായി. ഓക്കെ. പിന്നെ ഇത് വേറെ ഒരു ഇത്, ഈ സെയിം കളർ സാരിയും എൻ്റെ കയ്യിലുണ്ട്, സെയിം പീസ്. അയ്യോ പോയി. ഓക്കെ, അപ്പം ഇത് വന്നിട്ട് നല്ലൊരു പിങ്ക്, ലൈക്ക് നല്ല ഒരു ഹോട്ട് പിങ്ക് കളറിൽ ഹാർട്ട് ഷേപ്പിൽ വരുന്ന ഒരു കമ്മൽ. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കമ്മലാണ്. നല്ല ഭംഗിയുണ്ട്, നല്ല ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഷെയ്ഡെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് നമ്മുടെ ബീച്ച് സീരീസിൽ വന്നിട്ട് ഒരു ഇതെന്താ പറയുക, ഇത് വേറെ ഒരു മോഡൽ ഷെല്ല്, നമ്മുടെ ഈ പകിടയൊക്കെ നിരത്തത്തില്ലയോ, അതിൻ്റെ എന്തോ ഒരു കവടി നിരത്തത്തില്ല, പകിടയല്ലല്ലോ, കവടി നിരത്തുന്നതിൻ്റെ ആ ഒരു ഷേപ്പിലുള്ളതിൽ പെയിൻറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ്. ഓക്കെ, അതിൻ്റെ തന്നെ സെയിം വേറെ ഒരു എണ്ണം കൂടെ ഉണ്ട്. ഈ കുഞ്ഞു സ്റ്റാർ ഷെല്ല്, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. സ്റ്റാർ ഷെല്ല് നല്ല ഭംഗിയുണ്ട്, കളർഫുള്ളായിട്ട് അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയുമാണ് എൻ്റെ ഈ കുട്ടി ബോക്സിനകത്തുള്ള കമ്മൽ കളക്ഷനകത്ത് വരുന്നത്. പിന്നെ അവർ പിൻട്രസ്റ്റ് ആയിട്ടുള്ള സാധനം ഞാൻ ഓപ്പൺ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ ഉണ്ട്, അത് കുറേ കാണിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല. ഇത് വന്നിട്ട് അനദർ സെക്ഷൻ ഓഫ് ബോക്സ്. ഓക്കെ, ലുക്ക് അറ്റ് ദിസ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഷോയിൽ നിന്നുമാണ് ഞാനിത് പർച്ചേസ് ചെയ്തത് ഗൈസ്. ഇതിൻ്റെ കുറേ കളർ വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട്. ഇത് പിങ്ക്, ഇത് വന്നിട്ട് റെഡ്, ഇത് ബ്ലൂം, അതിൻ്റെ തന്നെ ഒരു എനിക്ക് തോന്നുന്നൊരു 7 8 10 കളർ വെറൈറ്റീസ് എന്തോ ആയിട്ട് അതവർ സെറ്റായിട്ടാണ് വരുന്നത്. ഒരു 200-300 ആ ഒരു റേഞ്ചിനകത്താണ് അത് വന്നത്. സോ ഇതിൻ്റെ ബ്ലാക്ക്, ഇതൊക്കെ നിങ്ങൾ എൻ്റെ ഈ റീസെൻ്റ്ലി ഞാൻ അപ്ലോഡ് ചെയ്തിരുന്ന 1-2 വീഡിയോസിനകത്തൊക്കെ ഞാനിത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ സെയിം ഒരു മെറൂണ്, പിന്നെ ഒരു ഒരു ലാവൻഡർ കളർ പോലത്തെ ഒന്നും ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, ഒരു പർപ്പിൾ കളർ ഞാൻ ഇതുവരെ ഇട്ടില്ല, ബാക്കിയെല്ലാം ഞാൻ ട്രൈ ചെയ്തു. അപ്പോൾ ഇത് ഇത്രയുമാണ് നിലവിൽ ഒരു ഫസ്റ്റ് ട്രഡീഷണൽ വിയർ ടൈപ്പിലൊക്കെ വന്നിട്ടുള്ള ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. ക്യൂട്ടായിട്ടുള്ളൊരു ഇയറിംഗ് ആണ് കേട്ടോ. ഫുള്ള് ലോട്ടസ് വന്നിട്ട് താഴെ ഇങ്ങനെ ജിമിക്കി പോലെ സിമ്പിളായിട്ടുള്ളതാണ്. ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് ലൈക്ക് യൂസ് ചെയ്യാൻ കംഫർട്ടായിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. നല്ല ഭംഗിയാണ്, ഇതിട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു കുടുംബ കുത്തുവിളക്ക്, ഒരു കൊലസ്ത്രീ ലുക്കൊക്കെ നമുക്ക് വരും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോകാം. അടുത്തത് വന്നിട്ട് ഈ ഒരു ദേവിയുടെ പോലത്തെ, വ്യക്തമായിട്ട് കാണുന്നുണ്ടോ ഗൈസ്, ഒരു ദേവി ഈ ഒരു സെറ്റപ്പ് പോലത്തെ ഒരു സാധനമാണ്. ഇത് പണ്ട് ഞാനൊരു ഫോട്ടോഷൂട്ട് ചെയ്തപ്പോഴത്തേക്കിനും ഉണ്ടായിരുന്നു. അത് പക്ഷെ ഭയങ്കര വലുതായിരുന്നു, നല്ല വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് വെയിറ്റ്ലെസ് ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ളൊരു ദേവിയാണ് ഗൈസ്. ഈ ദേവിയെ നിങ്ങൾ കാണുന്നുണ്ടോ? കണ്ടോ? ഇത് നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു സിമ്പിൾ സാരി കാര്യങ്ങൾ അല്ലെങ്കിൽ ധാവണിയൊക്കെ കൊടുക്കുമ്പോഴത്തേക്കിനൊക്കെ ഇടാൻ നല്ലതായിരിക്കും. കുറേ കമ്മലുണ്ട് ഗൈസ് എൻ്റെ കയ്യിൽ ഇപ്പം.
എനിക്ക് ഇപ്പോഴാണ് ഈ കമ്മലിനോടുള്ള ക്രേസ്. ഇതുവരെ ഞാൻ സ്റ്റഡ് ഐറ്റംസ് മാത്രമേ യൂസ് ചെയ്തുള്ളൂ. ഇപ്പോഴാണ് എനിക്ക് കുഞ്ഞു കുഞ്ഞു ജിമിക്കോടൊക്കെ ഒരു ക്രേസ് വന്നത്. ഇത് വേറെ ഒരെണ്ണം സെൻറ്ററിൽ വന്നിട്ട് ഒരു മെറൂൺ സ്റ്റോണൊക്കെ വന്നിട്ട് ചെറിയൊരു ഗ്രീൻ സ്റ്റോണോ കളറോ എന്തൊക്കെ ഉണ്ട്. ഇതും ചെറിയൊരു ജിമിക്ക. ഇതെല്ലാം മീഷോ പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നതാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ള ഒരു ബ്ലാക്ക് മെറ്റലോ ബ്ലാക്ക് സിൽവറോ അങ്ങനത്തെ ഒരു എന്തോ ഒരു മെറ്റൽ വന്നിട്ടുള്ള ഒരു സിമ്പിൾ ഇയറിങ്. ഇത് നമുക്കൊരു എന്താ പറയുക, ബ്ലാക്ക് സാരിയൊക്കെ ഇടുമ്പോഴത്തേക്കിനും അതിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാം, നല്ലതാണ്. ഓക്കെ. ആൻഡ് ഇത് വന്നിട്ട് ഹാങ്ങിങ്സ് ആണ്. അത്യാവശ്യം വെയ്റ്റ്ലെസ് എന്നും പറയാം, വെയിറ്റ് ഉണ്ടെന്നും പറയാം. അങ്ങനത്തെ ഒരു ടൈപ്പാണ്. നമുക്ക് ചുരിദാറൊക്കെ ഇടത്തില്ല, അതായത് ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് വരുന്ന ഒരു ടൈപ്പ് ഓഫ് നമ്മൾ ഡ്രസ്സപ്പ് ചെയ്യുമ്പോഴത്തേക്കിനും ഒക്കെ വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഇയറിംഗ് ആണിത്. ഇത് രണ്ടെണ്ണമേ ഉള്ളൂ കേട്ടോ എൻ്റെ സിൽവർ ഷെയ്ഡ് വരുന്ന പോലത്തെ. ആൻഡ് ഇത് വന്നിട്ട് എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ഒരു സംഭവമാണ്. കാരണം എനിക്ക് മൾട്ടി കളർ വരുന്ന സംഭവം ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് വൈറ്റിൽ മൾട്ടി കളർ ഷെയ്ഡ് വരുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പം ഇത് ഇച്ചിരി വെയിറ്റ് ഒക്കെ ഉള്ള കമ്മലാണ്, എന്നിരുന്നാലും ഐ ലവ് ദിസ്. കണ്ടോ, നല്ല ഭംഗിയില്ലേ? കണ്ടോ, അത് മുഖത്ത് വെച്ചപ്പോൾ തന്നെ എന്താ ഒരു ഐശ്വര്യം മുഖത്ത്. പോവട്ടെന്ന്. പിന്നെ ഇത് വന്നിട്ട് ഞാനിപ്പോൾ റീസെൻ്റ്ലി പുതിയതായിട്ട് വാങ്ങിച്ചതാണ്. ഇതുവരെ ഞാനിത് ട്രയൽ ചെയ്തിട്ടില്ല. ഇന്നാണ് ഫസ്റ്റ് ടൈം ഇട്ട് നോക്കാൻ പോകുന്നത്. അത് ഓക്കെ, വെയ്റ്റ്ലെസ് ആണ്, പക്ഷെ കാണാൻ നല്ല ഹെവി ആയിട്ടുള്ള ഒരു എന്താ ഒരു ഫുള്ളർ ലുക്ക് തരുന്ന ഒരു ഇതാണ്. ഗോൾഡൻ ഇതിൽ വന്നിട്ട് റെഡ് കളർ ഇങ്ങനെ ബീറ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നെന്താ പറയുക, ഒരു ഇതുപോലത്തെ സെറ്റപ്പ് കണ്ടോ, കിലുക്കൊക്കെ ഉണ്ട്, സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ സെയിം എൻ്റെ കയ്യിൽ വൈറ്റും ബ്ലാക്കും ഈ സെയിം തന്നെ ഉണ്ട്. അവർ 3 പേരൊരു കോമ്പോസിറ്റ് ആയിരുന്നു, അങ്ങനെ വാങ്ങിച്ചതായിരുന്നു. ലുക്ക് അറ്റ് ദിസ്, സെയിം ബ്ലാക്ക് ആൻഡ് അതിൻ്റെ തന്നെ സെയിം വൈറ്റും ഉണ്ട്. കണ്ടോ, ചിങ്കിടി ചിങ്കിടി ചിങ്, ചിങ്കിടി ചിങ്കിടി ചിങ്. ഓക്കെ. ആൻഡ് നമുക്ക് നെക്സ്റ്റ് ഇയറിംഗ് കാണാം ഗൈസ്. നെക്സ്റ്റ് ഇയറിംഗ് വന്നിട്ട് ഇതും ഞാൻ മീഷോയിൽ നിന്ന് മറ്റേ കോംബോ സെറ്റിൻ്റെ അകത്ത് വാങ്ങിച്ചതാണ് കേട്ടോ. ആ ദേവിയുടെ കാണിച്ചില്ലേ, അതും ഇതും ആ മെറൂൺ കളർ ഉള്ളതൊക്കെ ഒരുമിച്ചുള്ളതാണ്. ഇത് വേറെ ഒരു ചെയിൻ, ഒരു മാല ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. മാല പിന്നെ ഭയങ്കര ഹെവി ആണെന്നാണ് ഞാൻ ഒരാൾക്ക് കൊടുത്തു. കാരണം ഇങ്ങോട്ട് വരെ ഉണ്ട്, തമിഴ്നാട്ടിലൊക്കെ ഉള്ളൊരു കല്യാണത്തിനുണ്ടെന്ന പോലത്തെ സെറ്റപ്പാണ്. ഞാനത് ഇങ്ങനത്തെ ഇടാത്തത് കൊണ്ട് വേറൊരു ഫ്രണ്ടിന് കൊടുത്തു. അപ്പോൾ ഇതിങ്ങനെ വന്നിട്ട് ഇതും നല്ല വെയ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു ഗോൾഡൻ ഷെയ്ഡ് വന്നിട്ടുള്ള ഒരു കമ്മലാണ്. ഇത് വന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് മഹിത എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവൾ എനിക്കൊരു ഓണമല്ല, വിഷു ഫോട്ടോഷൂട്ടിന് വന്നപ്പോഴത്തേക്കിനും എനിക്ക് തന്നതാണ്. ഇതിൻ്റെ തന്നെ ഒരു നെക്ക് പീസും ഉണ്ട്. നെക്ക് പീസ് നാട്ടിലിരിക്കുവാണ്. ഈ കമ്മൽ മാത്രമേ ഇപ്പം എൻ്റെ കയ്യിലുള്ളൂ. ഇത് അന്നോട്ട് ഇന്ന് വരെയും ഈ ഒരു നല്ല ഷെയ്ഡിൽ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇപ്പോഴും ആ ഒരു കളർ ഷെയ്ഡ് ഫെയ്ഡ് ആവുക ഒന്നും ചെയ്തിട്ടില്ല. സ്റ്റിൽ ഇറ്റ് ഇസ് ഇൻ എ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ. മണിയൊക്കെ ഉണ്ട്, സൗണ്ട് കേൾക്കും. പിന്നെ ഇതും എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന കമ്മലാണ്. ഇത് എവിടെ നിന്ന് എൻ്റെ കയ്യിൽ കിട്ടിയെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു കമ്മലാണ്. നല്ല ഭംഗിയാണ് ഇതിട്ട് കഴിഞ്ഞാൽ. ഒരു അറിയാതെ നമുക്കൊരു ശാലീനതയും കുലീനതയൊക്കെ വരും. കണ്ടോ, അത് മുഖത്ത് വെക്കുമ്പോൾ തന്നെ എന്താ ഒരു 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 ചേഞ്ച് എന്ന് കണ്ടോ നമ്മുടെ ഫേസിലൊരു, അല്ലേ? അപ്പോൾ ഞാൻ ഇപ്പം ഈ ഒരു പെട്ടിക്കകത്ത് ഫുള്ള് വന്നിട്ട് എന്താ പറയുക, ഒരു ട്രഡീഷണൽ അല്ലെങ്കിൽ അങ്ങനത്തേക്ക് ഒരു ടച്ച് വരുന്ന കുറേ ഇയറിങ്സ് ആണ് കേട്ടോ ഈ ഒരു ബോക്സിനകത്ത് ഞാനിങ്ങനെ വെച്ചേക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു സെക്ഷനിലോട്ട് പോവാം. ഇപ്പോൾ എൻ്റെ റീസെൻറ്റ് ഫേവറേറ്റായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോക്സിനകത്തുള്ളതാണ്. ഓക്കെ. അപ്പം ഇതിനകത്തുള്ളതെല്ലാം ഓൾമോസ്റ്റ് പുതിയ കമ്മലാണ്. ഒരു വട്ടം മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അത് 2-3 ഞാൻ ഒരു വട്ടം ഇട്ടിട്ടുള്ളൂ. സോ ഇത് വന്നിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു ഇയറിംഗ് ആണ്. ഇത് വന്നിട്ട് ഒരു ഫുള്ളൊരു ഡയമണ്ട് പോലത്തെ ഒരു അങ്ങനത്തെ ഒരു ഇത് വരുന്നതാണ്. ഫുൾ സ്റ്റോൺ ആണ്, പക്ഷെ അത്ര ഹെവി ഒന്നും അല്ല, വെയ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു ഇത് തന്നെയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ സംഭവം. ശരിക്കും ഒരു ഭയങ്കര റിച്ച് ലുക്കൊക്കെ തരുന്നൊരു ഇയറിംഗ് ആണ്. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നല്ല ഭംഗിയിൽ ഇത് എനിക്ക് കിട്ടി. ഇതിൻ്റെ തന്നെ സെയിം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു സംഭവം കൂടെ ഉണ്ട്. സെയിം ഇയറിംഗ് ആണ് കേട്ടോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നേ ഉള്ളൂ കളർ ഡിഫറൻസ്. കണ്ടോ, അത് നല്ല ഭംഗിയാണ്. ഞാനിപ്പോൾ റീസെൻ്റ്ലി ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ ഞാൻ ഈ ഒരു ഇയറിംഗ് ആണ് ഇട്ടിരിക്കുന്നത്. കണ്ടോ ഗൈസ്, അത് ഇടുമ്പം തന്നെ നമ്മുടെ ഒരു റേഞ്ച് മാറുന്ന കണ്ടോ, ഒരു ക്ലാസിക് ലുക്കില്ലേ. അതൊരു പ്ലെയിൻ ബ്ലാക്ക് സാരിയൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു പാർട്ടി വിയർ അങ്ങനത്തെയൊക്കെ, ഈ നൈറ്റ് പാർട്ടി, റിസപ്ഷൻ വർക്ക്, അങ്ങനെയൊക്കെ ഫങ്ഷൻസിനൊക്കെ പോകുമ്പോഴത്തേക്കിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കൈൻഡ് ഓഫ് ഒരു ഇയറിംഗ് ആണിത്.
അടുത്തത് വന്നിട്ട് എനിക്കിപ്പോൾ എൻ്റെ റീസെൻറ്റ് ഫേവറേറ്റ് ആയി മാറിയ മറ്റൊന്ന്, ഇതിനകത്തുള്ള എല്ലാം ഫേവറേറ്റ് ആണ് കേട്ടോ. ഇത് വന്നിട്ട് കണ്ടോ, മൾട്ടി കളറിൽ ഇങ്ങനെ ഇത് വന്നിട്ടുള്ള ഒരു ഇയറിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇത് അത്ര ഫിനിഷിങ്, നല്ല വർക്ക് കാര്യങ്ങൾ. ഇത് ഹാങ്ങിങ് ആണ്, കണ്ടോ, ഹാങ്ങിങ് ആണ്. അപ്പോൾ ഇത് വന്നിട്ട് ഇങ്ങനെ എങ്ങനെയുണ്ട്, നല്ല ഭംഗിയില്ലേ ജിമുക്ക. ഇച്ചിരി വെയിറ്റ് ഉണ്ട് എന്നാലും ഓക്കെ ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല ഗൈസ്. ഞാനിങ്ങനെ എന്താ പറയുക, വാക്കുകളില്ലാതെ മുട്ടുന്നു, വിമ്മുന്നു. ഇത് വന്നിട്ട് വേറെ ഒരു കമ്മൽ. ഇതും വന്നിട്ട് ഫുൾ ഒരു വൈറ്റ് സ്റ്റോൺ ആണ് വരുന്നത്. ഒരു എന്താ പറയുക, ഗ്ലാസി അങ്ങനത്തെ ഒരു സംഭവമാണ് ഇത്. വെയിറ്റ് ഉണ്ട് എന്നിരുന്നാലും ഓക്കെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഒരു ഇതാണ്. ലുക്ക് അറ്റ് ദിസ് ഗൈസ്. ഇത് വന്നിട്ട് ഇതും ലൈക്ക് ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ക്ലാസി എന്ന് പറയാൻ പറ്റത്തില്ല, ലക്ഷറി ഒരു സംഭവമാണ് കേട്ടോ. കണ്ടോ, ഒരു ഹെവി സാരി ഒക്കെ ഉടുക്കുമ്പോഴത്തേക്കിനും, അല്ലെങ്കിൽ വേറെ ഹെവി ജ്വൽസ് ഇടാതെ ഈ ഒരു കമ്മൽ മാത്രം ഇട്ട് പെയർ ചെയ്ത് അങ്ങനെയൊക്കെ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് ഇഷ്ടപ്പെട്ടു. റീസെൻ്റ്ലി ആണ് എനിക്ക് ഇങ്ങനത്തെ വലിയ വലിയ കമ്മലുകളൊക്കെ ഇടുമ്പോഴത്തേക്കിനും ഒരു ഇഷ്ടം തോന്നുന്നത്. ഇത് വന്നിട്ട് ഒരു ബ്ലാക്ക്, ഇതിൻ്റെ തന്നെ സെയിം ഒരു പിങ്കിഷ് അല്ല, ഒരു ക്രീമിഷ് ഷെയ്ഡ്, ഒരു ഓറഞ്ച് പോലത്തെ ഒരു ക്രീമിഷ് ഷെയ്ഡ് പോലത്തെ ഒരു ഇതുകൊണ്ട്. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നതാണ് കേട്ടോ. ഇതും നല്ലൊരു കമ്മലാണ്. ഞാൻ കുറേ യൂസ് ചെയ്തു, 1-2 വട്ടം 3-4 വട്ടം യൂസ് ചെയ്തിട്ടുണ്ട് ഈ കമ്മൽ. എൻ്റെ 1-2 ഫോട്ടോസിനകത്ത് വീഡിയോസിനകത്തൊക്കെ കമ്മൽ ഞാൻ ഇട്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് അറിയാം. കണ്ടില്ലേ, ഇതും നല്ല ഒരു ഇതാണ്. ഇത് ഇച്ചിരി വെയിറ്റ് ഒക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല, കാരണം ഈ സ്റ്റോൺ വരുന്നതിനൊക്കെ ഇതാണ് പ്രശ്നം, വെയിറ്റ് ഉണ്ടാവും. പിന്നെ വന്നിട്ട് ഇത് വന്നിട്ട് എവിടെ, വെളിയിലോട്ട് വാ. ഇത് വന്നിട്ട് വേറെ ക്യൂട്ടായിട്ടുള്ള ഒരു, അയ്യോ എന്താ ഒടിഞ്ഞു മുടങ്ങിയിരിക്കുന്നത്, ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞു കമ്മൽ കേട്ടോ. വൈറ്റ് സ്റ്റോണും അതുപോലെ ഒരു വൈറ്റ് പേളും ഇങ്ങനെ സെൻറ്ററിൽ വന്നിട്ടുള്ളൊരു കമ്മലാണ്. ഓക്കെ, ഇട്ട് കാണിച്ച് തരാം ഗൈസ്. ഈ പ്ലെയിൻ ബ്ലാക്ക്, പ്ലെയിൻ വൈറ്റ് ഒക്കെ നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാൻ നല്ലതാണ്. ഇത് വെയിറ്റേ ഇല്ല കേട്ടോ, പക്ഷെ നല്ല ഭംഗിയില്ലേ, നമ്മുടെ പണ്ടത്തെ മഴത്തുള്ളിക്കമ്മലില്ലേ അതുപോലത്തെ ഒരു മോഡൽ. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ഹൈ, ഇന്നാട്ടോ ഞാൻ ഇതൊക്കെ ഇട്ട് നോക്കുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടിയാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ തന്നെ അതിൻ്റെ തന്നെ വേറൊരു മോഡൽ സെയിം വന്നിട്ട് കളർ ഡിഫറൻസിൽ ഇങ്ങനെ 3 കളർ, പിങ്ക്, ബ്ലൂ, റെഡ് കളറിൽ ഇങ്ങനെ ഒരു 3 ഇതായിട്ട് വരുന്നൊരു കമ്മൽ. ഇവിടെ ഒരു കുരുത്തം കെട്ട സാധനം ഉണ്ട്, കടന്ന് ഓടുവാണ് സാധനത്തിന് മുകളിൽ കൂടെ. അല്ല, എൻ്റെ ഡ്രസ്സെല്ലാം ഇപ്പം തള്ളിയിടും. കണ്ടോ, ഇത് ഞാനൊരു 2-3 വട്ടം ഇട്ടു കേട്ടോ. എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ മാച്ച് ആവുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ കമ്മലും എല്ലാം. ഈ ബോക്സിനകത്തുള്ളതെല്ലാം എൻ്റെ ഫേവറേറ്റ് കമ്മലുകളാണ്. എന്നെ ഇനി ഇടാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്, എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ഇങ്ങനെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് വന്നിട്ട് ഫുള്ള് ബീറ്റാണ് കേട്ടോ ഗൈസ്, അതായത് മുത്താണ്, മുത്ത് വെച്ചിട്ട് ചെയ്തേക്കുന്ന ഒരു ഇയറിംഗ് ആണ്. കണ്ടോ, എൻ്റെ കളർ കോമ്പിനേഷൻ എനിക്കങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു എന്താ പറയുക, പേസ്റ്റൽ കളേഴ്സ് അങ്ങനെ പറയത്തില്ല, അങ്ങനത്തെ ഒരു കളർ കോമ്പിനേഷനിൽ ചെയ്തേക്കുന്നതാണ്. ബ്ലൂ, പിങ്ക്, യെല്ലോ, വൈറ്റ് എല്ലാം ഉണ്ട്, എല്ലാ കളറും ഉണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത് അധികം നാൾ വാഴുമെന്ന് തോന്നുന്നില്ല, എന്നാലും നോക്കാം. വെയിറ്റ് ഉണ്ടോ എന്ന് അറിയില്ല, ഇട്ടോക്കട്ടെ ഗൈസ്. ഓ മൈ ഗാഷ്, ലുക്ക് അറ്റ് ദിസ്. ഓ, ശരിക്കും നല്ല ഭംഗിയില്ലേ, നോക്കിയേ. ഹായ്, യോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ കമ്മല്. എനിക്ക് എത്ര നാൾ നിൽക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും കാലം ഞാൻ ഇതൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ വേണ്ടി ട്രൈ ചെയ്യും ഗൈസ്. ഇതൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഞാൻ കരയോന്ന് തോന്നുന്നു മിക്കവാറും, കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു യെല്ലോ സാരി ഉണ്ട്, അതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ് ഈ ഒരു യെല്ലോ കുട്ടി ജിംക. ഇതും നല്ല ഭംഗിയുണ്ട്. വെയിറ്റ് ഉണ്ട് പക്ഷേ അതാണ് പ്രശ്നം. സിമ്പിൾ അല്ലേ, ചെറിയത് പക്ഷെ ക്യൂട്ടായിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ടു ദ നെക്സ്റ്റ് വൺ. ഇത് വന്നിട്ടൊരു ഗ്രീൻ. ഇത് കഴിഞ്ഞ വർഷം ബർത്ത്ഡേക്ക് എനിക്ക് കിട്ടിയൊരു ഗ്രീൻ സാരി. ഞാൻ തയ്പ്പിച്ചു ബ്ലൗസൊക്കെ, ഇതുവരെ ഇട്ടിട്ടില്ല. അതിടുമ്പോൾ അതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നൊരു ഇയറിംഗ് ആണിത്. സെയിം ഗ്രീൻ കളർ, സെയിം അതിലെ ഡിസൈനും ഇതുപോലത്തെ ഒരു മോഡലിലാണ് വരുന്നത്. എക്സാക്ട് മാച്ചായിട്ട് എനിക്ക് കിട്ടി. ഇതും കൂടെ ഞാൻ ഇട്ട് കാണിക്കാം. നോക്കിയേ, എന്താ ഒരു ഭംഗി. ഇത് ക്രിസ്റ്റൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു ലൈറ്റ് ഒക്കെ അടിക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള റിഫ്ലക്ഷൻ തരുമ്പം ഒരു നമ്മുടെ ഫേസിനൊരു എടുപ്പ് വരും, മനസ്സിലായോ? അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഗുഡൻസ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയുണ്ട് അതും. ആൻഡ്
ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ട് മാറിയ ഒരു കമ്മലാണ് കേട്ടോ. കുഞ്ഞു കമ്മലാണ്, പക്ഷേ എന്താ ഇതിന്റെ ഭംഗി എടുത്തു പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കളർ കോമ്പിനേഷൻ ആണ്. കണ്ടോ, ആ ഒരു മൾട്ടി കളറിൽ വന്നിട്ട് ഇങ്ങനെ എല്ലാ കളേഴ്സും ഉണ്ട്. അത് കിടക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ഈ ഉത്സവപ്പറമ്പിൽ ഈ ആനയുടെ ആനയെന്നുള്ള എന്തോ സംഭവം എന്ന് പറയുമല്ലോ, അതിനകത്ത് മറ്റേ ഈ കൊടയുണ്ടല്ലോ ഇങ്ങനെ കുറെ ഡിസൈൻ ഉള്ള കളർ കളറായിട്ട് തൂങ്ങിക്കിടക്കുന്നേ. എനിക്ക് അതുപോലെയൊക്കെ തോന്നും. അമ്മം കൂടെ എന്താണ്ടൊക്കെ ഉണ്ട് ഇതുപോലത്തെ ഒരു റിസംബ്ലൻസ് വരുന്നത്. ഇത് വന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ടോ, നല്ല ഭംഗിയില്ലേ ഈ കമ്മല്. ഇതുപോലത്തെ കുട്ടി കുട്ടി നല്ല ക്യൂട്ടായിട്ടുള്ള കമ്മലുകളാണ് ഞാനിപ്പോൾ വാങ്ങിച്ചു വെച്ചേക്കുന്നതൊക്കെ. അപ്പോൾ ഗൈസ്, ഇത് ഗേൾസിന് മാത്രമല്ല ബോയ്സിനും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നിങ്ങളുടെ ഗേൾ ഫ്രണ്ട്സിനോ ഗേൾ ബെസ്റ്റിക്കോ അമ്മയ്ക്കോ അല്ലെങ്കിൽ സിബ്ലിങ്സിനോ ആർക്കെങ്കിലും ഒക്കെ കസിൻസിനോ ആർക്കെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഒക്കേഷനോ അല്ലെങ്കിൽ അല്ലാതെ വെറുതെ ഒരു ജസ്റ്റ് ഗിഫ്റ്റ് പോലെയൊക്കെ കൊടുക്കാൻ പറ്റിയ കുറേ കമ്മലുകളൊക്കെയാണ് ഇതൊക്കെ. പക്ഷേ ഇതൊക്കെ എല്ലാം ദുബായിൽ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതുപോലത്തെയൊക്കെ ഉള്ള കമ്മലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് വാങ്ങി കൊടുക്കുക, അവർക്ക് ഇഷ്ടപ്പെടും. ഇത് വന്നിട്ട് വേറെ ഒരു ഇത് അത്യാവശ്യം ഹെവിയാണ്, വെയിറ്റും ഉണ്ട്. കാണുന്നത് പോലെ തന്നെയാണ് ബീഡ്സും ക്രിസ്റ്റലും എല്ലാം വന്നിട്ടുള്ള ഒരു കമ്മലാണ്. ഇത് ഒരു സിൽവർ ഷെയ്ഡിൽ വരുന്നതാണ്. അതിൻ്റെ സെയിം തന്നെ എൻ്റെ കയ്യിൽ ഗോൾഡും ഉണ്ട്. ഓക്കെ, ഗോൾഡ് ഞാൻ ഇപ്പുറത്തിടാം. ഓക്കെ, അത് ഒരു ഗോൾഡൻ ഷെയ്ഡ്, ഇത് സിൽവർ ഷെയ്ഡ്. പക്ഷെ രണ്ടും കണ്ടാൽ വലിയ വ്യത്യാസമൊന്നും തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പം ഓക്കെ, ഇത് ഇത്രയാണ് ഗൈസ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് എൻ്റെ കയ്യിലുള്ള കമ്മൽ കളക്ഷൻ എന്ന് പറയുന്നത്. ഇത് ഈ ബോക്സിനകത്തുള്ളത് എല്ലാം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. നിങ്ങൾക്ക് തന്നെ അത് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എൻ്റെ ഫേസിലെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഓരോന്നും ഇടുമ്പോഴത്തേക്കിനും കണ്ടപ്പം. അപ്പം ഇത് ഇത്രയുമാണ് എൻ്റെ കമ്മൽ കളക്ഷൻ. അപ്പോൾ ഇതിൽ ഏത് കമ്മലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയുക. തുടർന്ന് ഇതുപോലെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ട്, അതായത് ലൈക്ക് എൻ്റെ ഹീൽസ് കളക്ഷനോ എൻ്റെ ജീൻസ് കളക്ഷനോ അല്ലെങ്കിൽ എൻ്റെ സാരിയുടെ ബ്ലൗസ് കളക്ഷൻ, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള എൻ്റെ കയ്യിൽ കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഇതുപോലെ കാണിക്കാൻ പറ്റിയതൊക്കെ. പെർഫ്യൂം കളക്ഷൻ, അങ്ങനെ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് എൻ്റെ കയ്യിൽ കളക്ഷൻ കാണിക്കാൻ പറ്റിയ. സാരി കളക്ഷൻ, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും പറഞ്ഞിട്ട് വന്നിട്ട് ഈ ഇൻസ്റ്റഗ്രാമിനകത്ത് കുറേ പേര് വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, എന്താ പാൻറ്റീസ് കളക്ഷനൊക്കെ കാണിക്കാൻ വേണ്ടി. അതൊക്കെ കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് കളക്ഷൻ കാണിക്കുന്നത് എനിക്ക് പ്രശ്നമല്ല, ഇട്ട് കാണിക്കാൻ ബുദ്ധിമുട്ടാണ്, അതാണ് ഉദ്ദേശിച്ചത്. സോ എനിവേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, രേഖപ്പെടുത്തുക. So stay tuned guys, until next time we will meet. Okay, so this is me Revati signing off from Talks and Talks by Revati. Bye bye.